ഞാനുള്ളത് നേമം വെള്ളായണി സ്റ്റുഡിയോ റോഡിലാണ്. ഇവിടെ തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തുകാരുടെ പ്രശ്നം കാണുന്ന ഇത് തന്നെയാണ്. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടി എടുത്തിട്ടുള്ള കുഴി, ഈ കുഴിയിൽ ഓരോ മഴയത്തും താഴെ നിന്നും മണലിടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഭീതിയിലാണ് ഇവിടുത്തെ ഏതാണ്ട് 5ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇത് റെയിൽവേ അധികൃതരോട് അറിയിച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ പിന്നിടുന്നു, ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ മാസങ്ങളായി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കി അവർ ചെയ്തു തരാമെന്ന് പറയുകയാണ്, എന്നിട്ട് നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്, ഇടുങ്ങി പോവുകയില്ലേ. തൊട്ടടുത്ത് നമ്മളെ വീടുകളുണ്ട്, നമ്മളെ ഫാമിലികൾ 5-6 പിള്ളേരുണ്ട്. നമുക്ക് പിള്ളേർ നടയിൽ നിന്ന് ഇറങ്ങി കളിക്കാനുള്ള ഒരു അവസരമില്ല. ഒന്നാമത് മഴയും കൂടെ ഉണ്ട്. ഇതിപ്പം കൂടുതലൊരു വഷളായിട്ട് കിടക്കുന്നു. ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത്. 5 കുഞ്ഞുങ്ങൾ ഈ വീട്ടിലുണ്ട്. ഈ വീട് വേണമെങ്കിൽ മൊത്തമായിട്ട് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ 3-4-5 പേരുണ്ട്. എല്ലാം കൂടെ 10 പേരാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വീടും എല്ലാം കൂടെ ഇടിഞ്ഞു പോകുന്നുള്ളത് ഭയത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യും തോറും ഇവിടെ വഷളായിക്കൊണ്ട് സാറ് കാണുകയല്ലേ, ഇവിടെ കംപ്ലീറ്റ് ഇടുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം മെനിങ്ങാന്ന് ഇടുങ്ങിയതാണ്. ഈ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇപ്പോൾ ഈ സൈഡ് വാൾ എപ്പോഴും മലരുമെന്ന് പറയാൻ ഒക്കില്ല. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞങ്ങളെ ഈ വീടും എല്ലാം കൂടെ പോകുന്നുള്ള ഭയത്തോട് ഞങ്ങൾ ഇതാ കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. എങ്ങോട്ടോട് ഞങ്ങൾ പോകണമെങ്കിൽ ഈ റെയിൽവേ പാളത്തിൽ അടിച്ചാടേണ്ടി വരും. അല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഇത് മാത്രമാണ് ഞങ്ങളുടെ വഴിയും. ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് മുകൾ ഭാഗത്ത് നിന്നിടിഞ്ഞ് താഴേക്ക് പോകുന്നതല്ല, പകരം അടിയിൽ നിന്നും ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കി നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.